ആദ്യട്ടാ പാല്. സോറി ലക്ഷ്മി, ഞാൻ പാല് കുടിക്കലില്ല, താൻ കുടിച്ചോളൂ. എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. തനിക്ക് ലേറ്റ് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ തനിക്ക് അപ്പുറത്തെ റൂമിൽ കിടക്കാം, ഇല്ലെങ്കിൽ താൻ പോയി കിടന്നോളൂ. അല്ല, അത് പിന്നെ. ലക്ഷ്മി, എനിക്ക് കുറച്ച് വർക്ക് അധികം ഉണ്ട്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്, ജസ്റ്റ് ലീവ്. ആ, ഓക്കെ. മോദിക്ക് വിളിച്ച. ഓ, രാവിലെയോ? അല്ല, ആദ്യേട്ടൻ. അയ്യോ, ഒരുപാട് നേരമായല്ലോ. ആ, മോള് നേരത്തെ എണീറ്റോ? ഇന്നലെ ഉറക്കൊക്കെ ശരിയായോ? വീട് മാറി കിടന്നിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഏയ് ഇല്ല അമ്മേ. അല്ല അമ്മേ, ആദ്യേട്ടൻ എവിടെ? ആ, അവൻ നേരത്തെ തന്നെ ഓഫീസിലേക്ക് പോയി. എന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്താ മോളെ? ഓഫീസിലേക്ക് പോയോ? അതൊന്നുമില്ല അമ്മേ, ഞാൻ എഴുന്നേറ്റപ്പോൾ കണ്ടില്ല ആദ്യേട്ടൻ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മേ, ഞാൻ എന്തെങ്കിലും സഹായിക്കട്ടെ? അയ്യോ, മോളൊന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റത്താ ഞങ്ങളങ്ങ് വീട്ടിൽ പോകും. പിന്നെ മോളെന്നെ വേണ്ട എല്ലാം ചെയ്യാൻ. ആ, ഒരു കാര്യം ചെയ്യും, ഈ ചായ കൊണ്ടുപോയി അച്ഛന് കൊടുക്കും മോളെന്നാ. ശരി അമ്മേ, ഞാനിപ്പോൾ തന്നെ അച്ഛന് ചായ കൊണ്ടുപോയി കൊടുക്കാം. അച്ഛ, ചായ. ആ, മോളോ? അച്ഛന് ചായയും കൊണ്ട് വന്നതാ. അമ്മ പണിയില്ല. ആ, മോൾക്ക് എങ്ങനെയും കൊണ്ടുവരാൻ തോന്നിയല്ലോ. ഞാൻ അവിടെ കുറെ നേരം ഈ ചായക്ക് വേണ്ടി ഇരിക്കുന്നു. താങ്ക് യു മോളെ. ആ, ആദ്യത്തെ വന്നോ? ഞാൻ കുറേ കാത്തിരിക്കുന്നു. ഇന്ന് രാവിലെ എന്താ എന്നോടൊന്നും പറയാതെ പോയത്? ലക്ഷ്മി എണീറ്റിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ പറയാഞ്ഞത്. പിന്നെ എനിക്ക് ഓഫീസിൽ അത്യാവശ്യത്തിനായിരുന്നു, മീറ്റിംഗ് ഉണ്ടായിരുന്നു. അല്ല, കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഓഫീസിൽ പോയെന്ന് കേട്ടപ്പോ. കല്യാണം കഴിഞ്ഞവിടെ തന്നെ കൂടെ ഇരിക്കണമെന്നില്ലല്ലോ. ഓഫീസിൽ തിരക്കും കാര്യങ്ങളുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഇരിക്കാനുള്ളതല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പൊതുവേ. എന്ത് ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും ആയിക്കോട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാലോ, അല്ലേ? ഇനി അധികം വൈകിക്കണ്ട. ആദ്യട്ടാ, എഴുന്നേക്കാറായില്ലേ? വർക്കിന് പോണ്ടേ? സമയം ഒരുപാടായി. ആദ്യട്ടാ. ഞാൻ എഴുന്നേക്കഞ്ഞ. നീ മോളെ വിളിച്ചോ? മോളെ നീറ്റു. അവള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഞാൻ ഏട്ടനെ വിളിക്കാൻ വന്നതാ. നീ വിളിക്കോ, ഞാൻ വരാം. Good morning, Aradhya, my baby. Good morning, Dad. Dad, you're looking very handsome. Oh, thank you, my princess, thank you. വേഗം കഴിക്ക്, നിന്നെ സ്കൂളിലാക്കിയിട്ട് വേണം ഡാഡിക്ക് വർക്കിന് പോവാൻ. അല്ല ലക്ഷ്മി, നീ എന്താ ഇരിക്കുന്നേ? ആ, അതൊന്നുമില്ല. എല്ലാം എടുത്ത് വെച്ചല്ലോ, അപ്പൊ കഴിക്കാം. ടേബിളിൽ ഇതെല്ലാം ഇരിക്കുന്നില്ലല്ലോ. എൻ്റെ ജ്യൂസ് എവിടെ? അത് എടുത്തോണ്ട് വാ. അതുപോലെ മോൾക്കുള്ള ബനാന മിൽക്കും. ചെല്. ആ, ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ വരാം. Dada, my breakfast is finished. You come with me. Let's go. ആ, ഡാഡിയുടെ കഴിഞ്ഞ പോലെ നീ ബേഗ് എടുക്ക, നമുക്ക് പോവാം. Bye. ഇന്നും എനിക്ക് തനിച്ചിരുന്ന് കഴിക്കാനാ വിധി. എന്തായാലും കഴിക്കാം. വയറ് കൂക്കുന്നുണ്ട്. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണെന്ന് തോന്നുന്നെങ്കിലും മനസ്സ് നിറയെ വിഷമോ. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതിൻ്റെ അവസ്ഥ, ഒറ്റപ്പെടുന്നതിൻ്റെ അവസ്ഥ, വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയത്. 10 വർഷമായി ഞാനത് അനുഭവിക്കുന്നു.
ഞാനൊരാളിവിടെ ഉണ്ടെന്ന് ആരും ചിന്തിക്കാറില്ല. ചിന്തിക്കും അവരുടേതായ ആവശ്യങ്ങൾക്ക് മാത്രം, അല്ലാതെ ആർക്കും എന്നെ വേണ്ട. ഞാൻ അടുക്കള, വീടിനകത്ത് പണി, അങ്ങനെ ജീവിച്ചു പോകുന്നു. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഒരവസരം എനിക്ക് കിട്ടാറില്ല. മമ്മ, ഡാഡ് എപ്പോഴാണ് വരാ? ഇപ്പം തന്നെ ടൈം 7 ആവാറായല്ലോ. അറിയില്ലാരോ, ഡാഡ് മമ്മയുടെ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ടാവും. അല്ല, നിന്റെ ഹോംവർക്ക് കഴിഞ്ഞോ? എല്ലാ ഹോംവർക്കും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ റൂമിൽ പോവാ. ഡാഡ് വന്ന് എന്നെ വിളിക്കാൻ മറക്കില്ല മമ്മ. മോളെ ആരോ, നിനക്ക് മമ്മയുടെ അടുത്ത് എന്തെങ്കിലും വർത്താനം പറഞ്ഞിരുന്നൂടെ? മമ്മയുടെ തനിച്ചല്ലേ ഇരിക്കുന്നത്? ശരി മമ്മ, എനിക്ക് ഗെയിം കളിക്കാനുണ്ട്. ഞാൻ മമ്മയുടെ തന്നെ ബോറടിക്കും. ബായ്. ആരോ? ആരാധ്യ? പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല തലവേച്ചിട്ട് വയ്യ. ആദ്യമായിട്ട് വേഗം വന്നിരുന്നെങ്കിൽ എല്ലാം പണിയും കഴിഞ്ഞ് കിടക്കാമായിരുന്നു. ആ, ആദ്യമായിട്ട് വന്നോ? കുറച്ചേരായി ആരാധ്യമോട് നോക്കിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴാ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നത്. ആ, അയ്യോ സാറില്ല, ഞാൻ അവളെ നാളെ കണ്ടോളാം. എനിക്ക് കഴിക്കാനൊന്നും എടുത്ത് വയ്ക്കാം, ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, എനിക്ക് ഫുള്ളായി, മതി, ഞാൻ കിടക്കാൻ പോവാം. ഓ, നല്ല തലവേച്ചിട്ട് വയ്യ. എനിക്കിപ്പോൾ എനിക്കൊന്നും വേണ്ട കഴിക്കാൻ. എന്തെങ്കിലും കോഫി എന്തെങ്കിലും കുടിക്കാം. എത്ര നേരമായി രശ്മി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നീ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. ആദ്യമായിട്ടാ, എനിക്കിന്ന് തീരെ വയ്യ. നല്ല തലവേദന. പ്ലീസ്, രാവിലോട്ട് വരുന്ന പണിയെടുത്തിട്ട് വയ്യ, ഞാൻ കിടന്നോട്ടെ. അതിന് മാത്രം നിനക്ക് എന്താ ഇവിടെ പണി? ഞാനെന്താ രാവിലെ ഇട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണോ? അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല. എനിക്കും വയ്യായികയുണ്ട്, ഇല്ലായികയില്ല. നീ വന്നേ, ഒരുപാട് എൻ്റെ അടുത്ത് തർക്കിക്കാൻ നിൽക്കരുതല്ലേ. ആ ലക്ഷ്മി, എൻ്റെ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യണേ. അതെന്തിനാ ആദ്യമായിട്ടാ? എങ്ങടേലും പോവാണോ? ആ, നാളെ വൈകിട്ട് കമ്പനി വക ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഫാമിലി ടൂറാണ്. അതുകൊണ്ട് ആരാധന ഡ്രസ്സ് എടുത്ത് വെച്ചോ, ഒരു 4 ദിവസത്തേക്ക് എടുത്ത് വയ്ക്കാൻ മറക്കരുത്. ആര്യൻ്റെ ഡിസ്കൗണ്ട് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചോളാം ഏട്ടാ. നിന്റെ ബാഗിൽ എന്തിനാ കൈപ്പിടിക്കുന്നത്? അതൊക്കെ അവൾക്ക് കൈപ്പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. വലിയ ബാഗാ അത്. ചെറിയ ബാഗ് അവളുടെ ബാഗിൽ തന്നെ വെച്ചാൽ മതി. അത് സാരില്ല, ബാഗ് ഞാനല്ലേ കൈ പിടിക്കണേ, പിന്നെന്താ കുഴപ്പം? ലക്ഷ്മി, നീ എന്താ പറയുന്നത്? നീ വന്നെങ്ങനെ ശരിയാവാ? എനിക്ക് ഒരു പാഴ്സൽ വരാനുണ്ട്. അതുപോലെ തന്നെ നാളെ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ വന്നെന്ന് വരും. അപ്പോൾ ഇവിടെ ആള് വേണ്ടേ? അല്ല ഏട്ടാ, ഇത് ഫാമിലി ട്രിപ്പ് അല്ലേ, അപ്പോൾ ഞാനും കൂടി ഉണ്ടെങ്കിലല്ലേ. ഫാമിലി ട്രിപ്പാന്ന് പറഞ്ഞ് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റുമോ ലക്ഷ്മി? പിന്നെ അച്ഛനും അമ്മയും വരുന്നതല്ലേ, അവരുള്ളപ്പോൾ ഇവിടെ ആള് വേണ്ടേ അവരെ നോക്കാൻ? നീ ഇവിടെ തന്നെ നിന്നാൽ മതി. ആ, ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചോളാം. മോളുടെ ബാഗ് തന്നെ ഞാൻ എടുക്കാം. എന്തൊരു തലവേദനയത്, ഇത്ര ദിവസമായിട്ട് എന്താ മാറത്തെ? കുറച്ചേരം കിടന്നാലോ? വേണ്ട, നീക്കാം. ഇത്ര രാവിലെ തന്നെ ഇതാരാ വന്നിരിക്കുന്നത്? ഇതാ വരുന്നോ? ആ, ചിഞ്ചു നീയോ? അതെ, ഞാൻ തന്നെ. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇത്ര തിരക്കിലാണോ? പ്രധാനമന്ത്രിക്കാട് തിരക്കാണല്ലോ നിനക്ക്. നീ എന്നെ ഇട്ട് വാരാതെ ഇങ്ങ് അകത്തേക്ക് കയറി വാടി. നീ എന്താ ഈ വഴിക്ക്? ചുമ്മാ നിന്നെ കാണാൻ വേണ്ടിയിട്ട്. നിന്റെ ഏട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു നീ ഭയങ്കര ബിസിയാണ്, നീ വീട്ടിൽ പോലും ചെല്ലുന്നില്ലെന്ന്. ഏട്ടനെ വിളിച്ചിട്ട് എന്നെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ അവിടെ വിളിച്ചത്, അതോ നിനക്ക് വേണ്ടിയാണോ? ഏട്ടനെ തന്നെയാണ് വിളിച്ചത്. എൻ്റെ കെട്ടിയനാവാൻ പോകുന്നതിനെ വിളിക്കുന്നുണ്ട്, നിനക്കെന്തുവാടി? അല്ല, എവിടെ ആരാധ്യമോളും ആദ്യം എവിടെ? അത് അവർ രണ്ടുപേരും കൂടി ഒരു ടൂറ് പോയിക്കാം. ഓഫീസിൽ നിന്ന് ഫാമിലി ട്രിപ്പ്. ടൂറ് പോയിക്കേ? ഫാമിലി ട്രിപ്പ്? അപ്പോൾ നീ ഫാമിലിയിൽ പെടുത്തില്ലേ? അല്ല, നീ പോയില്ലല്ലോ. ആരുമോളും ആദ്യം ഒരുപാട് നിർബന്ധിച്ചതാടി. പക്ഷെ എനിക്ക് വയ്യ. എൻ്റെ കോലം കണ്ടില്ല നീ? ആകെ എന്തോ പോലൊരു സുഖമല്ല. അതുകൊണ്ട് അവരോട് പൊക്കോളം പറഞ്ഞു. ഓ, നീ പൊക്കോളം പറയുമ്പോൾ അവരങ്ങ് പോയി. എന്ത് സ്നേഹമുള്ള ഭർത്താവും മോളും. നിന്നെ വിളിച്ചിട്ടില്ലെന്ന് പറയടി. നിന്നാരൊരു ഫാമിലി ആയിട്ട് കണ്ടിട്ട് തന്നെ ഇല്ല, അതുകൊണ്ടാണല്ലോ അങ്ങനെ. നീയെ ഈ പൊട്ടിയെ പോലെ വീണ്ടും അവരെ പിന്നാലെ തന്നെ നിന്നോ? നീ ഇങ്ങനെ ദേഷ്യപ്പെടാത്ത ചിഞ്ചു, ഞാൻ ഓക്കെ.
ലച്ചു, ലക്ഷ്മി, ലച്ചു. നിനക്കിപ്പോൾ സമാധാനമായില്ലേ? ഡോക്ടർ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലേ? നീ ഇങ്ങനെ പേടിക്കാത്ത ചിഞ്ചു. ഞാൻ പൊക്കോളാം, നീ പൊക്കോ. ഇനി മിണ്ടി പോകരുത് നീ. ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ വന്നിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞത് ഉള്ളിൽ നല്ല പനിയുണ്ടെന്നാ. ഞാൻ നിന്നെ വീട്ടിൽ കൊടുന്നാക്കി തരാം, വാ. ചിഞ്ചു, എനിക്ക് ഏട്ടനെ കാണാൻ പോവാനുള്ളതല്ലേ? നീ പോയിക്കോ, ഞാൻ പൊക്കോളാം. എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കുഴപ്പമില്ല. എന്നാൽ ഞാൻ പോവാം. ഒരു കാര്യം ചെയ്യും, എൻ്റെ ഡ്രൈവറോട് ഞാൻ നിന്നെ വീട്ടിലേക്ക് ആക്കി തരാൻ പറയാം. അപ്പോഴേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടുന്ന് ടാക്സി വിളിച്ച് പൊക്കോളാം. ഓ ഡാഡാ, എനിക്ക് വിശക്കുന്നു. മമ്മ ഇതെവിടെ പോയി കിടക്കുക? നമ്മളിവിടെ വന്നിട്ട് മമ്മയെ കാണുന്നില്ലല്ലോ ഡാഡാ. ആരാധ്യ ബേബി, അമ്മ വരും. ഡാഡ വിളിച്ചു നോക്കാം. മോളെ ചെന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാ. ആദ്യത്തെ നീ എവിടെ പോയിക്കായിരുന്നു? ഞങ്ങളിൻ്റെ നോക്കി തെളിത്തിരിഞ്ഞ് നടക്കുകയാണോ? അതാ ചിഞ്ചി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ചിഞ്ചു, ഓ അവള് വന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി കാണും. അതാണ് വീട്ടിൽ വന്നപ്പോൾ ആരും ഇല്ലാത്തത്. അതേട്ടാ, അതല്ല, ആ സമയത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയണ്ട. ആരുമ്പോൾക്ക് വിശക്കുന്നുണ്ട്. അവളിപ്പോൾ ഫ്രഷ് ആയിട്ട് താഴത്തേക്ക് വരും. അതിന് മുൻപ് നീ ഫുഡൊക്കെ റെഡിയാക്കി വെക്കും. ഞാനിപ്പോൾ വരാം. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കുന്നില്ലല്ലോ. ഉറങ്ങിയോ? അത് ഉറക്കുന്ന പോലെ നടിക്കുന്നു. 3-4 ദിവസമായി. അതിൽ നിന്ന് ഞാൻ ഇന്ന് വിടില്ല. കണ്ണോർക്കുന്നുണ്ടോ? എനിക്ക് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അത് ഇന്ന് വേണ്ട. പ്ലീസ്, എത്ര പ്രാവശ്യം ഞാൻ പറയുന്നു എനിക്ക് പയ്യെന്ന്. പറഞ്ഞു മനസ്സിലാവണില്ല നിനക്ക്. എന്ത് നിന്റെ പ്രശ്നം? എത്ര ദിവസമായെന്നറിയോ? പിന്നെ നീ എന്റെ പേരെടുത്ത് വിളിക്കുന്നത്? അതുപോലെ തന്നെ വീട്ടിൽ നിനക്ക് എന്താ എത്ര പണി വയ്യാതെ വരാൻ? വീട്ടുപണി അത്ര നിസ്സാരമൊന്നുമല്ല. ഒരു വീട്ടമ്മ എന്ന് പറയാൻ തന്നെ എനിക്ക് മോശമില്ല. പക്ഷെ വീടിനകത്ത് തന്നെ ചടഞ്ഞുകൂടി മനുഷ്യന് മടുത്തു. എന്നെ നടത്തല്ല, എന്നോട് പറയാതെ നീ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടല്ലോ, ടൂറിനൊക്കെ. ചിഞ്ചിന്റെ എന്നെ കണ്ടിട്ട് നിനക്ക് പറയാൻ തോന്നുന്നുണ്ടല്ലോ ആദി. എന്നെ എവിടെ നീ എന്നെ കണ്ടിരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഓരോ ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമല്ലേ ലക്ഷ്മിന് ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ആരാ നിങ്ങളുടെ? ഈ വീട്ടിൽ ഞാൻ ജീവിച്ച ചത്തോന്ന് പോലും നീ അന്വേഷിക്കുന്നുണ്ടോ? പറഞ്ഞു വീട്ടിനടുത്ത് ഞാൻ ഒന്നും തരാത്ത പോലെയല്ലോ. നീ നല്ല സുഖത്തോടെയല്ലേ ഇവിടെ ജീവിക്കുന്നത്? എന്താ ആദ്യം നീ എനിക്ക് നിറവേറ്റി തന്നിരിക്കുന്നത്? ഭക്ഷണം, വസ്ത്രം, കിടക്കാനൊരിടം. അല്ലാതെ വേറെ എന്താ നീ എനിക്ക് തന്നിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് പറയൂ. പദവിക്ക് ഞാൻ നിന്റെ ഭാര്യ. പക്ഷെ ശരിക്കും ഞാനിവിടെ ആരാന്നറിയോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ഒരു വേലക്കാരി. രാത്രിയായി കഴിഞ്ഞാൽ നിന്റെ സുഖത്തിന് എന്നെ നീ ഉപയോഗിക്കുന്നു. അതും എൻ്റെ ഇഷ്ടമില്ലെങ്കിലും എനിക്ക് വയ്യെങ്കിലും നിന്റെ നിർബന്ധപ്രകാരം. അതിന് മാത്രമേ ഞാൻ നിനക്ക്. അല്ലാതെ എന്നെ സ്നേഹിക്കാനോ ഞാനിവിടെ ജീവനോടെ ഉണ്ടെന്നോ ഭക്ഷണം കഴിച്ചെന്നോ നീ ആ മോളെ ഒന്ന് അന്വേഷിച്ചിട്ട് പോലും ഇല്ലാതെ ഇന്ന് നിങ്ങളെല്ലാവരും പോയിട്ട് തനിച്ചിരുന്നിട്ടാണ് ഞാൻ കഴിക്കാറ്. തനിച്ചിരിക്കാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലാതെ അത് അനുഭവിക്കുമ്പോൾ അറിയും. പിന്നെ ഇത്ര നാളെ എനിക്ക് വയ്യാതിരിക്കായിരുന്നു. ഞാൻ തല ചുറ്റി വീണപ്പോൾ ചിഞ്ചു എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടന്നേനെ. നിനക്ക് ടൂറ് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ വയ്യ. നിന്റെ അമ്മേനെ നോക്കാൻ ഞാൻ വേണം. വീട്ടിൽ പാഴ്സൽ വരുന്ന നോക്കാൻ ഞാൻ വേണം. അപ്പോൾ ഞാൻ നിന്റെ ഫാമിലി അല്ലേ ആദി? വയ്യ ആദി, വയ്യ. എനിക്ക് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് തളർന്നു ഞാൻ. എനിക്കിനി ജീവിക്കണം. ഞാൻ എന്തായാലും ഒരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു ആദി. ഇനി എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി ഒരു ഹൗസ് വൈഫായി ഇതിൻ്റെ ഉള്ളിൽ അടഞ്ഞു കിടക്കാൻ എനിക്ക് വയ്യ. പറ്റില്ല, നീ ജോലിക്ക് പോവില്ല. പോവുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ തീരും. നീ എനിക്ക് ഡിവോഴ്സ് തരാൻ തയ്യാറായിക്കോ? പറ്റില്ല അതെ, എനിക്ക് നിനക്ക് ഡിവോഴ്സ് തരാൻ പറ്റില്ല. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഫാമിലിക്കും കൂടി വേണ്ടിയിട്ടാണ്. ഞാൻ അതിൽ എൻ്റെ കുറച്ച് സന്തോഷം കണ്ടെത്തുന്നുള്ളൂ. അതും പറഞ്ഞ് നിങ്ങൾ ഇട്ടിട്ട് പോകാനൊന്നും എനിക്ക് പറ്റില്ല. ഇനി അഥവാ നീയായിട്ട് എനിക്ക് ഡിവോഴ്സ് തരാൻ നിന്നാ ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കും. എൻ്റെ സമ്മതം കൂടാതെയാണ് നീ ഓരോ ദിവസവും എന്നെ ഉപയോഗിച്ചിരുന്നത്. അതാലോചിച്ച് പെരുമാറിക്കോ. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ? എനിക്ക് നിന്നൊന്നും പേടിയില്ല. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാ. എനിക്ക് നിന്റെ ദേഹത്തും തുടങ്ങി നിന്റെ അനുവാദം വേണം. പക്ഷെ നിനക്കോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അത് അവഗണിച്ച് നീ തൊട്ടിരിക്കും. സ്വന്തം ഭാര്യയായപ്പോലും അവളുടെ അനുവാദം ഉണ്ടെങ്കിൽ അവളുടെ ശരീരത്തിൽ തൊടാൻ പാടുള്ളൂ എന്ന് നിയമം തന്നെ ഉണ്ടാതി. ആ നിയമത്തെ ഞാൻ എൻ്റെ കയ്യിലെടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നാണക്കേടും മാനഹാനിയൊന്നും വരണ്ടെങ്കിൽ എൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നീ വിവരം അറിയാം. ഞാൻ രണ്ടും കൽപ്പിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ കുടുംബമായി സന്തോഷമായി ജീവിക്കാൻ തന്നെ.
കുറച്ച് നാളുകൾക്ക് ശേഷം ലക്ഷ്മി ജോലിക്ക് പോകാൻ തുടങ്ങി. വീട്ടിലെ വർക്കും അവളുടെ ജോലിയും അവൾ ഒരുപോലെ കൊണ്ടു നടന്നു. ലാദിക്ക് അത് കാണുമ്പോൾ ഒരു അത്ഭുതമായിരുന്നു, പഴയ ലക്ഷ്മി അല്ലാതെ. അതുപോലെ തന്നെ അവൻ അവളെ ഒരുപാട് മിസ് ചെയ്യാനും തുടങ്ങി. അവൻ്റെ ആ പഴയ ലക്ഷ്മി പതിയെ പതിയെ വീട്ടിലത്തെ ജോലികൾ അവനും ചെയ്യാൻ തുടങ്ങി. അത് അവന് വലിയൊരു പണിയായിരുന്നു. ഓ, ഇതൊക്കെ എപ്പോൾ തീരാനോ? അയ്യോ, പ്രിൻസസിന്റെ ക്ലാസ്സിനുള്ള സമയമാകാറായി. അതിനുള്ള ഇത് കഴിഞ്ഞിട്ട് വേണം അടിച്ചോരി തുടക്കാം. അയ്യോ, ഓടിപ്പോയി. അയ്യോ, ഒരു പണി ചെയ്യുമ്പോൾ 100 പണിയാവുകയാണല്ലോ ഇത്. ഡാഡാ, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ? സ്കൂൾ വണ്ടി വരാനുള്ള ടൈമായി. ആ, ഇതായിരിക്കുന്നു. കഴിക്ക്. ഞാൻ കഴിച്ചോ? നേരം കഴിക്കണ്ടായിരുന്നു. ഡാഡാ, വാട്ട് ഈസ് ദിസ്? ഓഫ്, വായിൽ വെക്കാൻ കൊള്ളില്ല. എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാ. മര്യാദയ്ക്ക് അമ്മ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. മോളെ, ഇത്രയും പണി വീട്ടിലുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലക്ഷ്മി, ഇതാരത്? കണ്ടിട്ട് കുറെ നാളായല്ലോ. അളിയ, എടി ആരാധ്യക്കുട്ടി, നീ ഒരുപാടൊന്നും വളർന്നല്ലോ, വലിയ പെണ്ണായി. പിന്നെ ഞാൻ വളരില്ലേ മാമ? പക്ഷെ മാമ മാത്രം ഇപ്പോഴും വളർന്നിട്ടില്ല. ഞാൻ കണ്ട അതേ ഹൈറ്റ് തന്നെ എപ്പോഴും മാമന്. എന്തിനാടാ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ നടക്കം മേടിച്ചു കൂട്ടാൻ നിൽക്കുന്നത്? അമ്മുക്കുള്ള മൂലയിൽ എവിടെയെങ്കിലും ചെന്നേര്. നീ വാ മോളെ, അമ്മമ്മയുടെ കുട്ടി വാ. എന്റെ ലക്ഷ്മോള് ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോ പോലെ ആദ്യമൊരു ബുദ്ധിമുട്ടായല്ലേ? അവളുടെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു പഠിച്ചൊരു ജോലിക്ക് പോകണം എന്നുള്ളത്. അതെയോ, എനിക്ക് അറിയില്ലായിരുന്നു. അവൾക്കൊരു അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ തന്നെ ഞാൻ നിറവേറ്റി കൊടുത്തേനെ. ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. ഇപ്പോ അവളുടെ ഇഷ്ടത്തിന് അവൾ ജീവിക്കട്ടെ, അതിന് ഞാൻ മുൻഗണന കൊടുക്കുന്നുണ്ട്. അതല്ലേ നല്ലതെന്ന് വെച്ചാൽ. അവള് നല്ല ആക്റ്റീവായിരുന്നു മോനെ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പാട്ടും ഡാൻസും എല്ലാത്തിലും പങ്കെടുക്കും. കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ കുറച്ച് സൈലൻ്റ് ആയത്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പം എന്തായാലും അവൾ വീണ്ടും പഴയ പോലെ ആയില്ലേ, അതിന് ഞങ്ങൾക്കും സന്തോഷം. അമ്മ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആരാധ്യക്ക് ഇവിടേക്ക് വരണം, ഇവിടെ കുറച്ച് ദിവസം നിൽക്കണം എന്ന് പറഞ്ഞ കാരണം വാശി പിടിച്ചാണ് ഞാൻ കൊണ്ടുവന്നത്. ഇനി ഞാൻ പോവാ. ഇപ്പൊ ഈ രാത്രി തന്നെ പോണോ മോനെ? ഞാൻ അവളെ വിളിച്ചു പറയാം. മോനിന്ന് ഇവിടെ നിന്നോ? ലക്ഷ്മിനെ വിളിച്ച് പറയാം നീ വരുന്നില്ലെന്ന്, അല്ലെങ്കിൽ അവളോട് കൂടി വരാൻ പറയാം. നീ ഇവിടെ നിൽക്കുക, നമുക്ക് എല്ലാവർക്കും കൂടി ഇന്നിവിടെ കൂടാടാ മതി. എന്ന് വെച്ചാൽ അത് പറ്റില്ല. ലക്ഷ്മി നാട്ടിലില്ല, അവള് മീറ്റിങ്ങിന് വേണ്ടി 2 ദിവസമായിട്ട് പുറത്തു പോയിരിക്കുക. ഇന്ന് വൈകിട്ട് വരുന്ന പറഞ്ഞത്. അപ്പോൾ ഞാൻ വീട്ടിലിനി ശരിയാവില്ല, പിന്നെ ഇങ്ങോട്ട് നേരിട്ട് വരണ്ട. അവള് ടയേർഡായിരിക്കും, അവിടെ റെസ്റ്റ് ചെയ്തോട്ടെ. ഞാൻ അവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാം. എന്തായാലും ആര്യത്തേട്ട് ഉള്ളതല്ലേ, ഞാൻ പോട്ടെ ഇപ്പോൾ. ആ, ലച്ചു, നീ ഇത്ര നേരത്തെ വരുന്ന വിചാരിച്ചില്ല ലച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു, നമുക്ക് ഒരുമിച്ച് കഴിക്കായിരുന്നു. എന്താ ലച്ചു ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നു നീ? ആദ്യമായിട്ട് കാണുന്ന ആളുടെ എന്തിനാണല്ലോ പെരുമാറുന്നത്? എന്നെ ലച്ചു എന്നല്ല വിളിക്കുക, ലക്ഷ്മി എന്നാ. പിന്നെ ഫുഡ് എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ കഴിച്ചിട്ടില്ലെന്ന്. സോറി. നമ്മുടെ ഇടയിൽ സോറി ഒക്കെ വേണോ? തലച്ചതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് ജോലിയുണ്ട്, വർക്ക് ചെയ്യാണ്ട്, ഞാൻ പോട്ടെ. ലച്ചു, പ്ലീസ് നിൽക്ക്. നിനക്ക് ഒരു പണിയില്ലെന്ന് എനിക്കറിയാം. ആദ്യം അങ്ങനെയൊക്കെ പെരുമാറുന്നേ? എനിക്ക് വർക്കുണ്ട്, വിടാതി. ലച്ചു, നിൽക്ക്, പോകല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്നിട്ട് വരൂ. ലച്ചു, എന്നോട് ക്ഷമിക്ക്. തനിച്ചായതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നീ എല്ലാം എൻ്റെ കാര്യങ്ങൾ ചെയ്തായിരുന്നത്. നീ ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോൾ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. പ്ലീസ് ലച്ചു, എന്നൊന്ന് മനസ്സിലാക്ക്. ഇനി ആ തെറ്റൊന്നും ഞാൻ ആവർത്തിക്കില്ല. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല ലച്ചു. സത്യമാണോ ആദി? വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയല്ലല്ലോ. ഞാൻ ഒരിക്കലും നിങ്ങളാരും വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളൊപ്പം കൂടി ചേരാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ആദി. എൻ്റെ പൊന്നും കാര്യം ലച്ചു, കേസൊന്നും കൊടുത്ത് കളയരുത്. ഞാനൊരു ഉമ്മ വെച്ചുള്ളൂ. ഒന്ന് പോ ആദി, എന്നെ വെറുതെ കളിയാക്കാതെ. അതെ, എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഈ ജോബ് ഒഴിവാക്കാം. ഒരു വാക്ക് എനിക്ക് തരണം, ഇനി ഒരിക്കലും എന്നെ അവഗണിക്കില്ലെന്ന്. എപ്പോഴും
ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് പെരുമാറണം. പിന്നെ നിൻ്റെയും മോളുടെയും കൂടെ കുറച്ച് സമയമെങ്കിലും എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ തരണം. നീ എന്ത് പറയുന്നു അതുപോലെ ഞാൻ കേൾക്കാം. ലച്ചു, എൻ്റെ ലച്ചു ഇവിടെ പാടി. ലച്ചു, നിന്റെ ജോബ് എന്തെങ്കിലും കളയണ്ട. അച്ഛൻ പറഞ്ഞിരുന്നു നീ പഠിച്ചൊരു ജോലിയൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇപ്പം നീ അത് സാധിച്ചില്ലേ? നിന്റെ സ്വന്തം കാലിൽ നിൽക്കണം. ഇനി നീ മുന്നേറി വരും. നിന്റെ കൂടെ ഞാനുണ്ട്. ആദ്യം ഞാൻ കുറേ പൊട്ടത്തിരൊക്കെ ചെയ്തു. നിന്റെ വില എനിക്ക് മനസ്സിലാക്കാതെ പോയി. പക്ഷെ ഇപ്പം എനിക്ക് നിന്നെ വേണം. നീ എൻ്റെ അടുത്ത് എൻ്റെ തുണയായി കൂടെ വേണം. ഞാൻ ഉണ്ടാകും എൻ്റെ തുണയായിട്ട്. ഐ ലവ് യു ലച്ചു. ഐ ലവ് യു സോ മച്ച്. താങ്ക് യു അതെ. ഐ ലവ് യു ടു. ഇനി വാ, ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. എല്ലാത്തിനും കർട്ടൻ ഇട്ടിരിക്കുന്നു.